നമ്മൾ പാട്ടും ഡാൻസും ഒക്കെ കണ്ടു. നമുക്കൊരു ചെറിയൊരു കഥ, ഗുരുവിനെ കുറിച്ചുള്ള ഒരു ചെറിയ കഥ പറയാൻ വേണ്ടി വരികയാണ് ആദിദേവ് പ്രതീഷ്. ചെറിയൊരു കഥയാണ് ഗുരുവിനെ കുറിച്ച്. എല്ലാവർക്കും നമസ്തേ. ഇന്ന് എൻ്റെ കർത്തവ്യം എല്ലാവർക്കും ഓം ശ്രീനാരായണ പരമഗുരവേ നമ. തൃപ്പാദ ജയം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ശ്രീനാരായണ ഗുരുവിൻ്റെ കുട്ടിക്കാലത്തെ കുറിച്ചാണ്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവെന്നറിയപ്പെടുന്ന ശ്രീനാരായണ ഗുരു ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പരന്തി എന്ന സ്ഥലത്ത് വയൽവാരം വീട്ടിൽ ശ്രീ മാടനാശാന്റെയും കുട്ടിയമ്മേൻ്റെയും മകനായി 1856 ഓഗസ്റ്റ് 20 ചതയ നക്ഷത്രത്തിലാണ്. നാരായൺ എന്നാണ് അച്ഛനും അമ്മയുടെ പേര്. പക്ഷെ നാണു ഓമന പേരാണ് എല്ലാവരും വിളിച്ചിട്ടുണ്ട്. നാണുവിൻ്റെ ജനന സമയത്ത് ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാവോ? നാണു ജനിച്ചപ്പോൾ കരഞ്ഞില്ല. ദേവിയമ്മ, കൊച്ചു, മാത എന്നിങ്ങനെ 3 സന്ധ്യമാർ നാണുവിനുണ്ടായിരുന്നു. നാണുവിന് 2 അമ്മവന്മാരുണ്ടായിരുന്നു, കൃഷ്ണ വൈദ്യരും രാമ വൈദ്യരും. കുട്ടിക്കാലം മുതലേ നാണു ജാതി വ്യവസ്ഥയെ ചോദ്യം ചെയ്തിരുന്നു. ഉയർന്ന ജാതിനോ താഴ്ന്ന ജാതിനോ ഒന്നും നോക്കാതെ എല്ലാവരുമായി കൂട്ടുകൂടുമായിരുന്നു. ചെറുപ്പം മുതലേ മറ്റുള്ളവർ ചെയ്യുന്നൊന്നും അതേപടി ചെയ്യത്തില്ല. വീട്ടിൽ പൂജയ്ക്കായി ഒരുക്കി വെക്കുന്ന പഴവും പലഹാരവും പൂജ കഴിയുന്ന മുമ്പ് എടുത്ത് കഴിക്കുമായിരുന്നു. താൻ സന്തോഷിച്ചാൽ ദൈവവും സന്തോഷിക്കും എന്നാണ് നാണു പറഞ്ഞത്. പള്ളിക്കൂടത്തിൽ ജാതി അനുസരിച്ച് ഇരിപ്പിടം നൽകിയതിനെയും നാണു ചോദ്യം ചെയ്തിരുന്നു. ശ്വാസം ഏത് ഭാഗത്തിനെടുക്കണം എന്നാണ് നാണു ചോദിച്ചത്. കുന്നായിരുന്നപ്പോൾ നാണു പഠിച്ചിരുന്നത് കണ്ണങ്കാട്ട് കളരി. അവിടുത്തെ ആശാന്റെ പേരാണ് ചെമ്പരന്തി മൂത്തനാരായണ പിള്ള. നാണു വയസ്സും കൂടെ മുതിർന്നപ്പോൾ കായംകുന്ന് സ്ഥലത്ത് പഠിക്കാൻ പോയി. അവിടുത്തെ ആശാന്റെ പേരാണ് കുമ്മമ്പള്ളി നമ്പിലാശാൻ. അവിടുത്തെ കളരിയുടെ പേരാണ് ചേവന്നൂർ കളരി. അവിടെ 66 കുട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ 6 പേർ ഈഴാണ്. അവർ വാണപ്പള്ളി തറത്തിൽ നിന്ന് പഠിച്ചിരുന്നത്. അവിടെ വെച്ച് നാണുവിനൊരു കൂട്ടുകാരനെ കിട്ടി, ചാത്തമ്പുലിയൻ. ചാത്തമ്പുലിയൻക്ക് കുഷ്ഠരോഗം വന്നപ്പോൾ ആരും രക്ഷിച്ചില്ല. നോണു എന്ന് രക്ഷിച്ച്. നാണുവിനൊരു പുസ്തകത്തിന്റെ കഴിവുണ്ട്, ഏകസന്ധിഗ്രാഹി. ഒരു തവണ ഒരു കാര്യം കേട്ടാൽ അപ്പം തന്നെ അത് മനസ്സിലാവും. ആ കഥയിലെ മെടുക്കനായ കൂട്ടുകാരൻ നാണു. അതുകൊണ്ട് എല്ലാവരും നാണുവിനെ വിളിച്ചിരുന്നത് നാണു ചട്ടമ്പി എന്നായിരുന്നു. കുമ്മമ്പള്ളി രാമമ്പിള്ള ആശാൻ 2 ബുക്സ് എഴുതി. പ്രബോധ ചന്ദ്രോദയം, വർക്കല മഹാത്മ്യം. അതിലെ തെറ്റെല്ലാം തിരുത്തി കൊടുത്തത് നാണു ആയിരുന്നു. നാണുവിന് എല്ലാ കാര്യത്തിനും വലിയ അറിവുണ്ട്. കുമ്മമ്പള്ളി രാമമ്പിള്ള ആശാൻ വലിയ കൃഷ്ണഭക്തനായിരുന്നു. പക്ഷെ ആശാൻ കിട്ടാത്ത ഭാഗ്യം നാണുവിന് കിട്ടി. കൃഷ്ണനെ കാണാൻ പറ്റി. അപ്പോൾ നാണു ആദ്യത്തെ കൃതിയാണ് ശ്രീകൃഷ്ണ ദർശനം. ഓം ഭൂയോവൃത്തിനുവൃത്തയായ ഭുവനവും സത്തിൽ തീരോഭൂതയായ പീയൂഷത്തിൽ ലീനമായി സുജലവും ശോഭിച്ചു ദിവ്യപ്രഭ മായാമൂടുപടം തുറന്നു മണിരംഗത്തിൽ പ്രകാശിക്കുമാൻ കായാവൻ മരനേ നീ കൗതുകമനുഗ്രീവന്റെ ദിവ്യോ 我。
താങ്ക് യു. നമ്മളൊക്കെ ഇപ്പം 10ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സാറിൻ്റെ പേര് എന്നോട് ചോദിച്ചാൽ എനിക്കിപ്പോഴും അറിയത്തില്ല. ഉള്ള കാര്യം പറയാം, ഇത്രയും കാര്യങ്ങൾ ഈ കുഞ്ഞു മനസ്സിൽ ഈ തലയിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ നല്ലൊരു കയ്യടി അവരുടെ ഫാമിലിക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കയ്യടി സമർപ്പിക്കേണ്ടത്. കാരണം ആ കുട്ടീനെ ഈ ഒരു രീതിയിൽ വളർത്തിയെടുത്ത് ഗുരുവിൻ്റെ എല്ലാവിധ അനുഗ്രഹവും മോനുണ്ടാകട്ടെ. ഓക്കെ, താങ്ക് യു.